നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പൊൻതൂവൽ കൂടി കിരീടത്തിൽ ചാർത്തിയിരിക്കുകയാണ് നാസ. അരനൂറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചാന്ദ്രോപരിതലത്തിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചാന്ദ്രദൗത്യം ആർട്ടിമിസ് 2 4 മനുഷ്യരുമായി യാത്ര തിരിച്ചു. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോകുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് കുതിച്ചുയർന്നത്. SLS എന്ന ഭീമൻ റോക്കറ്റിൽ ഒറയോൺ എന്ന യാത്രാ പേടകത്തിലാണ് യാത്ര. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യർ ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. 53 വർഷങ്ങൾക്ക് മുൻപ് 1972 അപ്പോളോ 17 ദൗത്യത്തിലൂടെയാണ് നാസ മനുഷ്യരുമായി ആദ്യം ചാന്ദ്രദൗത്യം നടത്തിയത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ ലോഞ്ച് പാഡിൽ നിന്നാണ് അമ്പിളിയെ തേടി 4-അംഗ സംഘം 2,48,000 മൈലുകൾ നീണ്ട യാത്ര തിരിച്ചത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് മുന്നോടിയായി ലെറ്റ്സ് ഗോ ടു ദ മൂൺ എന്ന് കമാൻഡർ റീഡ് വിസ്മാൻ ആവേശത്തോടെ പറഞ്ഞു. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വിസ്മാൻ, ജെറമി ഹാൻസൺ എന്നിവരാണ് പേടകത്തിലെ 4 യാത്രക്കാർ. ഒരു സ്ത്രീയും ഒരു കറുത്ത വർഗ്ഗക്കാരനും ഭാഗമായ ചരിത്രത്തിലെ ആദ്യ മനുഷ്യ ചാന്ദ്ര ദൗത്യമാണിത്. യാത്രാ സംഘത്തിലെ ഏക വനിതയായ ക്രിസ്റ്റീന കോച്ച് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവിട്ട വനിതയ്ക്കുള്ള റെക്കോർഡിനും അർഹയാണ്. ചന്ദ്രയാത്രയ്ക്ക് പോകുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും ക്രിസ്റ്റീന കോച്ച് സ്വന്തമാക്കും. ഏതാണ്ട് 3 വർഷം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് 4-അംഗ സംഘം നാസയുടെ ആർട്ടിമിസ് പ്രോഗ്രാമിലെ ആദ്യ യാത്രികരാകുന്നത്. മനുഷ്യരെ വഹിക്കുന്ന ഒരു പേടകം നീണ്ട 54 വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. 10 ദിവസം കൊണ്ട് ചന്ദ്രനെ ചുറ്റി വരികയാണ് ദൗത്യ ലക്ഷ്യം. എന്നാൽ 10 ദിവസത്തെ ദൗത്യത്തിനിടെ സംഘാംഗങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങില്ല. പേടകത്തിന്റെ ജീവൻ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം പരീക്ഷിക്കുന്നതിനായി ചന്ദ്രന് ചുറ്റും പേടകത്തിൽ അതിവേഗം കറങ്ങും ഒരു ബഹിരാകാശ വാഹനവും മനുഷ്യരുമായി ചെന്നിട്ടില്ലാത്ത അത്രയും ദൂരത്തിൽ ഒറോടെ എത്തും. യാത്രയിൽ 4 പേർക്കും കൂട്ടായി റൈസ് എന്ന ചെറുപാവയുമുണ്ട്. ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ച 4 പേരും കെനഡി സ്പേസ് സെന്ററിലെ പ്രത്യേക ക്വാറന്റൈൻ സംവിധാനത്തിലായിരുന്നു. ഉറക്കവും ഭക്ഷണവും ജലപാനവും പോലും കർശന നിയന്ത്രണത്തിലായിരുന്നു. ചന്ദ്രദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യ സ്ത്രീയാണ് ക്രിസ്റ്റീന കോച്ച്. വിക്ടർ ഗ്ലോവർ ആദ്യ കറുത്ത വർഗ്ഗക്കാരനും ജെറമി ഹാൻസൺ ആകട്ടെ ആദ്യ അമേരിക്കൻ ഇതര സഞ്ചാരിയും. 32 നിലകൾ ഉള്ളതാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ്. ഫെബ്രുവരിയിൽ ഹൈഡ്രജൻ ഇന്ധന ചോർച്ചയും ഹീലിയം പ്രഷറൈസേഷൻ ലൈൻ തടസ്സപ്പെട്ടതും കാരണമുണ്ടായ സാങ്കേതിക കാലതാമസം മറികടന്നാണ് ആർട്ടിമിസ് ഈ ദൗത്യമായി പറന്നുയർന്നിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് റോക്കറ്റ് ലോഞ്ച് പാഡിലേക്ക് തിരിച്ചെത്തിച്ചത്. ഭാവിയിലെ ചന്ദ്രനിലേക്കുള്ള യാത്രകൾക്കുള്ള നിർണായകമായ പരിശീലനമായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ദൗത്യം. ലാൻഡിംഗ് മിഷനേക്കാൾ ഒരു ഫ്ലൈ ബൈ മിഷനായി കണക്കാക്കപ്പെടുന്ന ഒരു ദൗത്യമാണിത്. ഒറിയോൺ ക്യാപ്സ്യൂൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷം ചന്ദ്രനെ ലക്ഷ്യമാക്കി 1000-കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ഡീപ് സ്പേസ് സാഹചര്യങ്ങൾ, പേടകത്തിൻ്റെ നിയന്ത്രണം, ആശയവിനിമയം, ജീവൻ രക്ഷാ സംവിധാനങ്ങൾ എന്നിവ വിലയിരുത്തുമെന്നും ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതോടെ 10 ദിവസത്തെ പറക്കൽ അവസാനിക്കും. തുടർന്ന് പസഫിക് സമുദ്രത്തിൽ പതിക്കുന്നതിന് മുമ്പ് ബഹിരാകാശ പേടകത്തിന്റെ ഹീറ്റ് ഷീൽഡിന്റെ പ്രകടനം വിദഗ്ധർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. ആർട്ടിമിസ് 2 ഒരു ഫ്ലൈ ബൈ ദൗത്യമാണ്. അതായത് സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങില്ല, പകരം ചന്ദ്രനെ ചുറ്റി ഭൂമിയിലേക്ക് മടങ്ങും. പേടകത്തിന്റെ സുരക്ഷയും സാങ്കേതിക വിദ്യകളും മനുഷ്യരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ചന്ദ്രന്റെ മറുപുറം വരെ പോയി ഏകദേശം 10,300 കിലോമീറ്റർ അകലെ കൂടി പേടകം സഞ്ചരിക്കും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലുള്ള ഐസ് ഖനനം ചെയ്ത അതിൽ നിന്ന് കുടിവെള്ളം, റോക്കറ്റ് ഇന്ധനത്തിന് ആവശ്യമായ ഓക്സിജനും ഹൈഡ്രജനും വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ആർട്ടിമിസ് ദൗത്യം പരിശോധിക്കും. ഭൂമിയിൽ നിന്ന് ദൂരെയുള്ള ബഹിരാകാശ സാഹചര്യങ്ങൾ ദീർഘകാലം താമസിക്കാൻ സഹായിക്കുന്ന നൂതന വാസസ്ഥലങ്ങളും സ്പേസ് സ്യൂട്ടുകളും പരീക്ഷിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം.
1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആദ്യ ദൗത്യമാണ് ആർട്ടിമിസ് 2. അപ്പോളോ 17 സംഘം ചന്ദ്രോപരിതലത്തിൽ കാൽ കുത്തിയില്ലെങ്കിൽ ആർട്ടിമിസ് 2 അംഗങ്ങളെ വഹിക്കുന്ന ഒറയോൺ പേടകം 10 ദിവസം കൊണ്ട് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ലക്ഷ്യമിടുന്നത്. 2022 അവസാനം നടന്ന ആളില്ലാ ചാന്ദ്ര ദൗത്യമായ ആർട്ടിമിസ് 1 വിജയകരമായിരുന്നു. അന്ന് ഒറയോൺ പേടകം യാത്രികരെ വഹിക്കാതെ ചന്ദ്രനെ വിജയകരമായി ചുറ്റി ഭൂമിയിലേക്ക് മടങ്ങി വരികയായിരുന്നു. ചൈനയ്ക്ക് മുമ്പ് മനുഷ്യനെ ചന്ദ്രനിൽ വീണ്ടും ഇറക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പുതിയ പദ്ധതി അനുസരിച്ച് ആർട്ടിമിസ് 4 ദൗത്യത്തിനാകും ആ കാൽവെപ്പ്. അതെല്ലാം ഒരു ആർട്ടിമിസ് 2 വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദീർഘദൂര മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്നതിനായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമത ഉറപ്പാക്കണം. അതിന് ആർട്ടിമിസ് 2 സമ്പൂർണ്ണ വിജയമാക്കണം. ലോകം കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് ഈ ചന്ദ്രനെ ചുറ്റി വരവിനെ. ചന്ദ്രനെ വെറുമൊരു ലക്ഷ്യസ്ഥാനമായി അല്ല, മറിച്ച് ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്രകൾക്കുള്ള ഒരു പരിശീലന കേന്ദ്രമായാണ് നാസ കാണുന്നത്. ചന്ദ്രനിൽ ഒരു സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുകയും അവിടെ നിന്നുള്ള അനുഭവങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുകയാണ് നാസയുടെ വലിയ ലക്ഷ്യം. ചന്ദ്രനിലെ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കുന്നതും ചൊവ്വ ദൗത്യത്തിന് നിർണായകമാകും. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഗേറ്റ്വേ എന്ന പേരിൽ ഒരു ചെറിയ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ നാസയ്ക്ക് പദ്ധതിയുണ്ട്. ഇത് ചൊവ്വയിലേക്കുള്ള പേടകങ്ങൾക്കുള്ള ഒരു ഇടത്താവളമായി പ്രവർത്തിക്കും. ചൊവ്വയിലേക്കുള്ള യാത്ര മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. റേഡിയേഷൻ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏകാന്തത, ഭക്ഷണ ലഭ്യത എന്നിവ പരിഹരിക്കാനുള്ള പരീക്ഷണശാലയായി ചന്ദ്രൻ മാറും.